ഇനിയും നേരം വെളുക്കാത്ത കുറെ നേതാക്കന്മാരുണ്ട് നമ്മളെ കോൺഗ്രസിനകത്ത്, കുറെ പടുക്കളവന്മാർ, ഓമന പേരിടും. കുതിർന്ന നേതാക്കന്മാർ നാലാക്കി മടക്കി പോക്കറ്റിലിട ഡയലോഗൊക്കെ. ഈ കുതിർന്ന നേതാക്കന്മാരുണ്ടായിട്ടാണ് രാജ്യത്ത് ഇപ്പം ആകെ 3 സ്റ്റേറ്റിലാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. ഇവറ്റകളുടെ അഭിപ്രായം ചോദിച്ചിട്ട് അങ്ങനെ പാർട്ടിയെ കൊന്നു തിന്നുന്ന കുറെ എണ്ണത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്ത് നേടാനാ? ഇപ്പൊ കേരളത്തിനകത്ത് വലിയൊരു തരംഗം ഉണ്ടായി. കോൺഗ്രസിന് അധികാരം കിട്ടി. അതിനകത്ത് എന്തിനാ ചർച്ച ചെയ്യേണ്ട ആവശ്യമോ? അത് മുന്നിൽ നിന്ന് നയിച്ചത് വി ഡി സതീശനാ. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ കഴിവും എടുക്കും കൊണ്ടാണ് പാർട്ടി ഇത്രമാത്രം അതിഗംഭീരമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ ചില നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അതിൽ തർക്കമില്ല. അത് തന്നെയാണ് ഇവിടെ അണികളും ആഗ്രഹിക്കുന്നത്. ആ അണികൾ വോട്ട് ചെയ്തത് കൊണ്ടാണ് ഈ പാർട്ടി അധികാരത്തിലേക്ക് വന്നത്. അതായത് കുതിർന്ന നേതാക്കന്മാരല്ല. ഇപ്പൊ ഇന്ന് ഏതൊരു കുതിർന്ന നേതാവ് വന്നിട്ട് പറയുന്നുണ്ട് സീനിയോറിറ്റി. എന്ത് സീനിയോറിറ്റി? എന്താ ക്രിക്കറ്റ് കളിക്കുന്ന സീനിയോറിറ്റി? ജനങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും. അത് തലപോയാലും പറഞ്ഞതിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് പോകത്തില്ലെന്ന് ശക്തമായ നേതാവ് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് അതിനെ ആക്കിയേക്കണം. അല്ലാതെ നിങ്ങൾ ഈ പയം പുരാണവും മറ്റേ കഥയും പറഞ്ഞു വന്നിട്ട് കൂനിയോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടവനെയൊക്കെ പിടിച്ചാക്കി കഴിഞ്ഞാല് ഈ ഇന്ത്യ രാജ്യത്ത് 29 സ്റ്റേറ്റിൽ ഭരിച്ചൊരു പാർട്ടി ഇക്കോളത്തിലാക്കി വെച്ച അതേ അവസ്ഥ കേരളത്തിലും വരും. അപ്പൊ അതിന് നിൽക്കണ്ട കേട്ടാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നല്ല മെജോറിറ്റി പവർഫുള്ളാണ്, ലീഡേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ വി ഡി സതീശനെ പെട്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചേക്കുക. അതിന് അഭിപ്രായം ചോദിക്കാനും ഇത് ഉണ്ടാക്കാൻ നോക്കണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ കുതിർന്ന നേതാക്കന്മാരോടാണ് ചോദിക്കേണ്ടത്. ഇങ്ങനെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരിക. അവിടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകരോട് ചോദിച്ചോ. എന്നിട്ട് അവരെ വികാരത്തിനനുസരിച്ച് എന്നാ പിന്നെ സതീശിനെ ആക്കണമെങ്കിൽ ആക്കണ്ട, നിങ്ങൾ മറ്റൊരായിക്കോ. അല്ലാതെ നിങ്ങൾ കുറച്ചു പേര് അവിടെ ഇരുന്നിട്ട് നിങ്ങളെ മഹിമ കൊണ്ട് വിജയിക്കുന്നതൊന്നുമല്ല. ഇവിടുത്തെ പട്ടിണി പാവങ്ങളും ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഈ സ്റ്റേറ്റിനകത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന അണികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവരാണ് തല്ലും ചവിട്ടും കുത്തും തെറിയും മുഴുവനും കേൾക്കുന്നത്. അല്ല, ഈ നേതാക്കന്മാരും കേൾക്കുന്നുണ്ടോ? ഈ എതിരാളികൾ ഇല്ലല്ലോ. എന്നിട്ട് അവര് വിജയിപ്പിച്ചെടുക്കുന്നതാ കേട്ടാ. അല്ലാതെ നിങ്ങൾ കുതിർന്ന നേതാവ് അവന്റെ വീട്ടിലുള്ള മക്കളെ പോലും സ്വന്തം പാർട്ടിക്കകത്ത് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ നാട് നന്നാക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ കേരളത്തിലെ, അതായത് CPM-നകത്തുള്ള ഞങ്ങൾക്ക് വോട്ട് ചെയ്തവർ പോലും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ വരണമെന്നാണ്. കാരണം അദ്ദേഹം ഒരു വലിയ കാഴ്ചപ്പാടുള്ള വ്യക്തിയാ. കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും പുരോഗതിയും കൊണ്ടുവരും അദ്ദേഹം. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ബെമ്പിച്ച ഭൂരിപക്ഷം കിട്ടിയിട്ട് അധികാരത്തിലേക്ക് പാർട്ടി വന്നത്. അപ്പൊ അതിന് കൂടുതൽ അങ്ങ് ഡെക്കറേഷൻ കൊടുത്ത് അവിടെ ചർച്ച ചെയ്യട്ടെ, ഇവിടെ ചർച്ച ചെയ്യട്ടെ, ACC അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. അത് ചർച്ച ചെയ്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താകുന്നു ഓരോ സ്റ്റേറ്റിനകത്ത്. ഇപ്പൊ പറ്റുവാണെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മളെ നിർണായക ഘട്ടത്തിൽ നമ്മളെ സഹായിച്ച ആ DMK-ന്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറ. ഇപ്പൊ ഒരു സിനിമക്കാരൻ ഒരു പാർട്ടി ഉണ്ടാക്കി താൽക്കാലികമായിട്ടൊരു വിജയം ഉണ്ടാവുമ്പോ അതിന്റെ പുറകെ പോവുകയല്ല വേണ്ടത്. അല്ല, ഞങ്ങൾ ആവൽ ഘട്ടത്തില് ഈ സംഘപരിവാറി രാഹുൽ ഗാന്ധിയൊക്കെ കടന്നാക്രമിക്കുന്ന ഘട്ടത്തില് ആ രാഹുൽ ഗാന്ധിക്കൊക്കെ വേണ്ടിയിട്ട് ശബ്ദിച്ച ആ സ്റ്റാലിൻ ഉണ്ട്. അദ്ദേഹം ഇപ്പൊ ഒരു പ്രതിസന്ധിയിലാണുള്ളത്. അപ്പൊ കൂടെ നിൽക്ക്. അല്ലാതെ അവിടുന്ന് വേഗം ഏതെങ്കിലും മന്ത്രിസ്ഥാനം തരാൻ ഇന്നലെ വന്നവൻ പറയുമ്പോ ആ മന്ത്രിസ്ഥാനത്തേക്ക് കൂടി ഞങ്ങളെന്നാ പിന്നെ ഇപ്പുറത്തേക്ക് വരാൻ അങ്ങ് പോവുകയല്ല വേണ്ടത്. അത് മുസ്ലിം ലീഗ് അവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മനസ്സിലായ? എന്തായി കഴിഞ്ഞാലും ഞങ്ങൾ DK-യുടെ കൂടി അല്ല ഈ സ്റ്റാലിന്റെ കൂടിയല്ലെന്നാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അങ്ങനെ പറ. എന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് പാർട്ടിയെ ഉണ്ടാക്ക് കേട്ടോ. ഇവിടെ കേരളത്തിനകത്ത് പാർട്ടി ഉണ്ടാക്കിയവനുണ്ട്. താൽക്കാലികം അവനെ മുന്നോട്ട് കൊണ്ടുപോട്ടെ പാർട്ടിയെ. അല്ലാതെ 2021 ഈ പാർട്ടി ഇക്കോളത്തിലാക്കി വെച്ചിട്ട് എന്താ പറയുക, ഏകദേശം സവായി തന്നെ പറയാ. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് ഈ പുള്ളി വന്നതിന് ശേഷം ലേശം ജീവൻ കൊടുത്ത് ജീവവായു കൊടുത്ത് ഉയർത്തി കൊണ്ടുവരുമ്പോഴേക്ക് കുറെ എണ്ണം വന്നിട്ട് അവിടെ സീനിയോറിറ്റി പരിശോധിക്കണം, ഇവിടെ പരിശോധിക്കണം, അവിടെ MLA-മാരുടെ സാമാനം ഉണ്ടാക്കണം, ഇവിടെ MP-മാർ പറയണം. എന്താ ഇതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ലെന്നാ പിന്നെ ബോധമുള്ള ജനങ്ങൾക്കറിയാം. ബോധമുള്ളവർക്ക് തലക്കകത്ത് ലേശോളം ഉണ്ടെങ്കിൽ അറിയാം എങ്ങനെയായി സംഭവിച്ച്. ഇവിടുത്തെ ജനങ്ങളെ വികാരം എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ മുറവിളി കൂട്ടുന്നത്, അത് നോക്കുക. പിന്നെ കുറെ സോഷ്യൽ മീഡിയയിലല്ല തീരുമാനം എടുക്കുന്നത്. ഏതോ കാസർഗോഡിന്റെ ആട്ടുന്നത്. എടാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്ര വില കുറച്ച് കാണുന്നുണ്ടോ? നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം മാറ്റിയത് 2014 ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാ BJP. മനസ്സിലാക്കിക്കോ.
എന്നിട്ട് ഫേക്ക് ഐ ഡിയിൽ കാശ് കൊടുത്ത് ആർക്ക് കാശ് കൊടുത്തിട്ട് ആരാ ഫേക്ക് ഐ ഡിയിലുള്ള ഈ പറയുന്നവര് മുഴുവൻ ഐ ഡി ശരിയായ ഐ ഡി തന്നെയാ. മനസ്സിലാ? നിങ്ങളെ തെറ്റായ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ ലക്ഷം വരുന്ന കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രതിഷേധിക്കും. ആ പ്രതിഷേധിക്കുമ്പോൾ ആ തരത്തിൽ കാണുന്നതിന് പകരം നീയൊക്കെ അവിടെ കാര്യങ്ങൾ അതിന്റെ ഫേക്ക് ഐ ഡിയാണ്, അതവൻ കാശ് കൊടുത്തിട്ടാണ്, ഇതിവൻ കൊടുത്തിട്ടാണെന്നൊക്കെ അങ്ങ് കഥയുണ്ടാക്കല്ല കേട്ടോ. യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലും സത്യത്തിന്റെ മുമ്പിൽ അവിടെ നിൽക്ക് നിങ്ങൾ. എന്നിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്ക്. ഇത് കാലങ്ങൾ മാറിയില്ലേ? കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ലോകം മാറി സഞ്ചരിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും ബോധം പറ്റിട്ടില്ല. എന്നിട്ട് ഇവർ ഞങ്ങൾ പിന്നെ വേറെ എന്താ പറയുക, റീൽസിലല്ല പ്രവർത്തനം, അവിടെ ആള് കൂടുന്നത് കാശ്. ഇവന്റെ ഒരാളത്തിനെ കണ്ടുപിടുത്ത ഇന്നലെ പറഞ്ഞതാ മാധ്യമത്തിന്റെ മുമ്പിൽ വെയിറ്റിൽ വന്നിട്ട് ഉളുപ്പ് പറയുന്ന ഈ മനുഷ്യനിക്കൊക്കെ വേണ്ട. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ ഊളം മാറാ. ചില നേതാക്കന്മാര് വരുമ്പം ജനങ്ങളെ കൂടുതൽ അവരോടുള്ള ഇഷ്ടം കൊണ്ടാ, അല്ലാതെ അവർക്ക് കാശ് കൊടുത്തിട്ടും അവരെ കുടുംബത്തിൽ ചെലവ് നടത്തിയത് കൊണ്ട് എന്താ പറയുക വന്ന് കാണുന്നതൊന്നുമല്ല. ഒരു വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനകത്ത് കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നവരുണ്ടാകുമ്പോ സ്വാഭാവികമായിട്ട് അതിന് അവര് പോകുമ്പോ ആൾക്കാർ കൂടും. അത് ആ തരത്തിൽ കാണുന്നുണ്ട്. അത് അഭിനന്ദിക്കുക വേണ്ട. അല്ലാതെ ഓരോരുത്തരും വന്നിട്ട് ഓരോരുത്തർക്ക് വായിക്ക് തോന്നി അങ്ങ് പറയാ. ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടി ഇക്കോളത്തിലായതിനു ശേഷം ഇതിനെ പ്രവർത്തിക്കാനും മുന്നോട്ട് കൊണ്ടുവരാൻ ഒരാളും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും പണിയെടുത്ത് പാർട്ടി ഒരു ലേശ ജീവൻ വെച്ച് വരുമ്പോൾക്ക് ഉടനെ കുറെ വരിയായിട്ട് മുതിർന്ന നേതാക്കന്മാര്, മറ്റേ നേതാക്കന്മാര്, വടക്കേലെ ആൾക്കാർ എന്റെ അവരോട് ചോദിക്കട്ടെ, ഇവരോട് ചോദിക്കട്ടെ. എടാ ഇത് ചോദിച്ച് ഇക്കോളത്തിലായില്ലേ ഈ പാർട്ടി? ആയില്ലേ? ഇപ്പൊ എത്ര സ്റ്റേറ്റിനകത്താ ഉള്ളത്? ആകെ ഇപ്പൊ ഈ കേരളത്തിൽ കിട്ടിയത് നിങ്ങൾക്കറിയാലോ എന്തിന്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ബാക്കി 2 സ്റ്റേറ്റിലാണുള്ളത്. ഈ വെറ്റകളിൽ ചോദിച്ചിട്ടും അങ്ങ് നിരീക്ഷണം വിട്ടിട്ടും അങ്ങ് എന്താ പറയുന്നത് ഇതൊക്കെ വിട്ടിട്ട് ഉണ്ടാക്കിയല്ലോ. അധികാരം കിട്ടിയ സ്റ്റേറ്റിന്റെ അകത്ത് പോലും അത് നിരീക്ഷിച്ച് ഞങ്ങളെ പാർട്ടി തന്നെ ഞങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കിയില്ലേ? ഇല്ലേ? രാജസ്ഥാനില് പാർട്ടി എങ്ങനെയാ പോയത്? മധ്യപ്രദേശില് പാർട്ടി എങ്ങനെയാ പോയത്? പഞ്ചാബില് എങ്ങനെയാ പാർട്ടി പോയത്? ബുദ്ധിയുള്ളവൻ ചിന്തിക്കണോ? ബുദ്ധിയുള്ളവൻ ചിന്തിക്കും. തലക്കകത്ത് ലേശം ഓളം ഉണ്ടെങ്കിൽ. മനസ്സിലായ? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വിവരം ബുദ്ധിയുണ്ട്. നിങ്ങൾക്ക് ഈ ഉടായ്പൽ അങ്ങ് ഉത്തരേന്ത്യ സ്റ്റേറ്റിലേക്ക് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ കേട്ടാ. ഇവിടെ അങ്ങനെ പരിശോധിക്കൊന്നും വേണ്ട. ഇവിടെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ കഴിഞ്ഞ 5 വർഷം വി ഡി സതീശൻ നയിച്ചു. അതിന്റെ റിസൾട്ട് ഞങ്ങൾക്കുണ്ടായി. സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്നെ തുടർന്ന് മുന്നോട്ട് പോകട്ടെ. പരിപാടി കഴിഞ്ഞ് പിന്നെ അതിനകത്ത് മറ്റവൻ ചർച്ച, മറ്റവൻ എന്നത് സോഫ്റ്റ് കോർണറിലാണ്, ഇവൻ മറ്റതാണ്. അതൊന്നുമല്ലല്ലോ ഇവിടെ വിഷയോ. ഇവിടെ എന്താ സ്വഭാവം ഓർത്തി അളക്കണ പണി? അറിയാ? ഇത്ര മാത്രം ജനങ്ങളെ പ്രതിഷേധം ഉണ്ടായിട്ട് എന്നിട്ട് അതിനെ കുറച്ചുകയാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയ അല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതെല്ലാം ഞങ്ങൾക്കും അറിയാലോ. നിങ്ങൾ പറയാഞ്ഞിട്ടാ? അത് എല്ലാവർക്കും അറിയാടോ. നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരും അങ്ങ് സ്കഡ് മിസൈലൊന്നും ഉണ്ടാക്കണ്ട, തലയൊന്നും ഉണ്ടെന്ന് നിങ്ങൾ ധരിക്കണ്ട. എല്ലാവർക്കും അവരവരുടേതായ നോളജ് ഉണ്ട്, അവരുടെ വിദ്യാഭ്യാസം ഉണ്ട്, അവരുടെ എഡ്യൂക്കേറ്റഡ് കണ്ടാലും പറയാനും അല്ല മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സ്പൈസ് ആകുമ്പോ അവിടെ ഷെയർ ചെയ്യും. അതങ്ങനെ കണ്ടാ മതി. അല്ലാതെ അവിടെയല്ല തീരുമാനിക്കുന്നത്, ഇവിടെയല്ല തീരുമാനിക്കുന്നത് നിങ്ങൾ പറയണ്ട. ഞങ്ങൾക്കറിയാലോ എവിടെയാ തീരുമാനിക്കുന്നുള്ള കാര്യമോ. എന്താ ഞങ്ങൾ വണ്ണം മാറാ ഈ പറയുന്നവരൊക്കെ? പിന്നെ നിങ്ങളൊക്കെ ഇപ്പൊ കൊടിവെച്ച കാറിലു ഈ പറയുന്ന ശമ്പളോ ഈ അലവൻസ് ഒക്കെ വാങ്ങിക്കുന്നതുണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ പരിഹസിക്കുന്ന ഈ പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ടാന്നുള്ള ചിന്തിക്കാൻ സാമാന്യ ബുദ്ധി. നെല്ല് കുത്തിയരിന്റെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീയൊക്കെ ഇന്നലെയൊക്കെ ഈ വിടുവായിട്ടം വിളിച്ചു പറഞ്ഞവരൊക്കെ ഒന്ന് ആലോചിക്കണോ? മനസ്സിലായ? നാരിത്തരം ചെയ്യുമ്പോ അതിനെതിരെ പ്രതികരിക്കും. അത് പ്രതികരിക്കുമ്പോ ഞങ്ങളെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് അങ്ങ് അപകീർത്തിപ്പെടുത്തുന്നു. പാർട്ടിന്റെ ഒപ്പം നിൽക്ക്, ശരിയായ ദിശയിലേക്ക് പോ. ആരപകീർത്തിപ്പെടുത്തു? അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയും. കാരണം എന്താ അറിയാ, ഞങ്ങളെയൊക്കെ വേർപ്പിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കൊക്കെ സ്ഥാനങ്ങൾ കിട്ടുന്നത്. മനസ്സിലായ? അല്ലാതെ അങ്ങ് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടും അങ്ങ് ലണ്ടൻ യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ആ കിട്ടുന്നൊന്നുമല്ല. ഇത് ഞങ്ങളെപ്പോലുള്ളവർ തൊണ്ട പൊട്ടി സംസാരിച്ചിട്ടും കീസലിൽ കാശെടുത്തിട്ട് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടും നേടിയെടുക്കുന്ന സ്ഥാനങ്ങളാണ് നിങ്ങളിത്. മനസ്സിലായ? അല്ലാതെ നിങ്ങളെ മെടുക്കൊണ്ട് നിങ്ങളുടെ ഔദാര്യത്തിൽ കിട്ടുന്നൊന്നുമല്ല ഇത്.
അത് പ്രവർത്തകരുടെ ഔദാര്യത്തിൽ കിട്ടുന്നതാ. ആ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ എന്നിട്ട് അത് അനുഭവിച്ചോ കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ തന്നെ പിന്നെ ഞങ്ങളങ്ങ് തീരുമാനിക്കും. ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഭൂരിപക്ഷം എന്തെന്ന് MLA-മാർ പൊട്ടിവിട്ട് ദൈവം ഇങ്ങോട്ട് കൊണ്ട് കിട്ടിയ അതിയാ അല്ലടാ. ഈ പറയുന്ന സോഷ്യൽ മീഡിയ നിങ്ങളിപ്പം പറഞ്ഞല്ലോ കൊലക്കുന്ന, ഞാൻ പറയുന്നില്ല, ഇന്നലെ പറഞ്ഞല്ലോ, അവറ്റകളുടെ വേർപ്പാടോ വേർപ്പാ ഓരോ MLA. മനസ്സിലാക്കിക്കോ നിങ്ങൾ. അവരുടെ വികാരം കുറച്ചൊക്കെ മാനിക്കണോ? കിട്ടിയവനിക്ക് തന്നെ അധികാരം വേണോ? അല്ലെങ്കിൽ സ്ഥാനം ഇല്ലാത്തവരാണെങ്കിൽ പ്രശ്നമില്ല. ഇത് അങ്ങ് ഇങ്ങോട്ട് കെട്ടിയിറക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറയുക. ഈ കൊടുത്തവന്റെ പെർഫോമൻസ് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ മാറ്റി നിർത്തേണ്ടി വന്നത്. പിന്നെ എന്ത് സീനിയോറിറ്റിയും കൂനിയോറിറ്റിയും വന്നിട്ട് സീനിയോറിറ്റി ഒക്കെ പാർട്ടി ഉണ്ടാവുമോ? സീനിയോറിറ്റി ഒക്കെ പാർട്ടി നിലനിൽക്കട്ടെ. ചുമരുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരക്കാൻ പറ്റൂ. ഇപ്പൊ നേരെ അപ്പുറം നിൽക്കുന്ന ഓപ്പോസിഷനിൽ നിൽക്കുന്ന CPM-ന്റെ അവസ്ഥ എന്താ? എന്തുകൊണ്ടാ ആ പാർട്ടി അങ്ങനെ പരാജയപ്പെട്ടത്? ആ പാർട്ടിന്റെ ഐഡിയോളജി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പ്രവർത്തകർ ആ CPM-ന്റെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തത് അല്ല. ഇതുപോലെ കുറെ നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ പ്രസ്ഥാനത്തെ കൊല്ലാൻ കഴിയില്ല. ഈ കമ്മ്യൂണിസം ഈ രാജ്യത്ത് നിലനിൽക്കണം, സ്റ്റേറ്റിനകത്ത് നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ തൽക്കാലം അവർക്കൊരു ഡോസ് കൊടുക്കാനും അവരെ തിരുത്തിക്കാനും വേണ്ടി ഞങ്ങളോടൊപ്പം നിന്നതാ. അത് മനസ്സിലാക്കിക്കോ. എന്നതുപോലെ ഇവിടെയുള്ളത് ഞങ്ങൾക്കും അറിയാം നിങ്ങളെ തിരുത്തിക്കാൻ. ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇത് പട്ടിഷോ കളിക്കാൻ പറ്റൂ. അതില്ലെങ്കിൽ പിന്നെ ആർക്കൊന്നുമില്ലല്ലോ. പക്ഷെ അതിന് നിങ്ങൾക്ക് വേറെ ചിന്ത ഉണ്ട്. എനിക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ടെന്നുള്ള അസൂയക്കാരായി പാർട്ടിക്കകത്തുള്ളത്. പക്ഷെ അപ്പുറം അങ്ങനെയല്ല. അപ്പുറം അങ്ങനെ തെറ്റുണ്ടെങ്കിൽ അവര് ഞങ്ങളത് പരിശോധിക്കുമ്പോൾ അത് പഠിക്കും എന്നെങ്കിലും പറയും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. നിനക്കില്ലെങ്കിൽ എനിക്കും വേണ്ട, വലിച്ചിങ് താലിടാൻ നോക്കൂ. അതാണല്ലോ അവസ്ഥ, പാരമ്പര്യോ അല്ലേ? ഞങ്ങൾ കുറെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറഞ്ഞു വെക്കുന്നതാണ്, ഇവിടെ പണം നയിച്ചു പ്രസ്ഥാനത്ത് ഇതുപോലെ നല്ല പറഞ്ഞ സംഖ്യയിൽ തന്നെ എത്തിച്ചു. അത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വർക്കാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു ചർച്ചന്റെ ആവശ്യം എവിടെ കിടക്കും? ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് അന്ന് തന്നെ ഈ റിസൾട്ട് വന്നതിന്റെ വൈകുന്നേരം തന്നെ ഡിക്ലെയർ ചെയ്യാമായിരുന്നു. എങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് ഇതുപോലെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ലല്ലോ. അവിടെ മുന്നണിയെ നയിച്ചു അധികാരത്തിലേക്ക് എത്തിച്ച് VD സതീശൻ, അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി. ഫലാസ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. അങ്ങനെ പറയേണ്ട കാര്യത്തിലാണ് ചർച്ച ചെയ്യട്ടെ. ഇത് ചർച്ച ചെയ്തിട്ട് എന്താ വേറെ രാജ്യം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സ്കെഡ് മിസൈൽ ഉണ്ടാക്കാനാ, അല്ല ആറ്റം ബോംബ് ഉണ്ടാക്കാനാ? എല്ലാവരുടെ സമ്മതവും വാങ്ങിച്ചിട്ട് എന്നാ പിന്നെ ഒരു കാര്യം ഇത് പ്രവർത്തിക്കുമ്പോ ഇതിങ്ങനെ അയാൾ വർക്ക് ചെയ്യുമ്പോ എല്ലാവരോടും സമ്മതം ചോദിച്ചിട്ട് ഞാൻ എവിടെ പ്രവർത്തിക്കട്ടെ, ഞാൻ ഇവിടെ പ്രവർത്തിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയത്. അതെയാ? അതെന്താ ഈ റിസൾട്ട് വന്നപ്പോ മാത്രം അവിടെ